നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേട്ടുകേൾവിയില്ലാത്ത ചില വിചിത്രമായിട്ടുള്ള ചില പ്രതിഭാസങ്ങൾക്കാണ് നമ്മുടെ നാടും ഒപ്പം തന്നെ നമ്മുടെ രാജ്യവും അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ മറ്റു പല വിദേശ രാജ്യങ്ങളും ഈ അടുത്ത നാളുകളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ കലാലയങ്ങൾ, ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള കേരളത്തിന്റെ കലാലയങ്ങളിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ചില സമര ആവശ്യങ്ങൾ ഈ അടുത്ത നാളുകളിൽ നാം കേൾക്കുകയുണ്ടായി. പഠിക്കാൻ കോളേജ് ക്യാമ്പസിലേക്ക് വരുന്നവർക്ക് ആ ക്യാമ്പസിൽ ഒരു നിസ്കാര മുറി വേണമത്രേ. നിർമ്മല കോളേജിൽ മുഴങ്ങിക്കേട്ട ആ ഒരു ആക്രോശവും ആ ഒരു മുദ്രാവാക്യവും അതിന്റെ അലയൊലികളും അടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും വളരെയൊന്നും അകലെയല്ലാത്ത പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായിട്ടുള്ള ഒരു ആവശ്യം ഉയരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കേട്ടതിനേക്കാൾ കുറെ കൂടി തീവ്രതയേറിയ ആവശ്യം. അവിടെ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാനുള്ള സൗകര്യം, ഇനി ആ ഒരു സൗകര്യം ആ സ്കൂൾ ക്യാമ്പസിൽ ഒരുക്കിയില്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂൾ ക്യാമ്പസിന് പുറത്തുപോയി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമത്രേ. ചരിത്രത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ അധിനിവേശങ്ങൾ പല രൂപത്തിൽ നടന്നിട്ടുണ്ട്. വാളിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അക്രമത്തിന്റെ രൂപത്തിൽ നടന്ന അധിനിവേശങ്ങൾ മുഖ്യധാര ചരിത്രത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന വളരെ നിശബ്ദമായ ശൈലിയിൽ നടക്കുന്ന ചില അധിനിവേശങ്ങളുണ്ട്. ഒരിറ്റ് രക്തം പോലും ചിന്താതെ നടത്തുന്ന ഒരു അധിനിവേശം, യൂറോപ്പിൽ അഭയാർത്ഥികളുടെ രൂപത്തിൽ നടക്കുന്ന അവർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദത്തെ അഭയാർത്ഥികളുടെ രൂപത്തിൽ യൂറോപ്പിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ, അവിടെ നടക്കുന്ന ഒരു അധിനിവേശം കൃത്യമായി നാം ചർച്ച ചെയ്യുന്നതാണ്. ഈ അടുത്ത നാളുകളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ, തീവ്ര സ്വഭാവമുള്ള ചില മുദ്രാവാക്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശത്തിലേക്കാണോ? ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ പ്രതിരോധ വകുപ്പിനും ഒപ്പം തന്നെ റെയിൽവേക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന വഖഫിന് കടിഞ്ഞാണിടുവാൻ, അവരെ പിടിച്ചുകെട്ടുവാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വളരെ നിർണായകമായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്ന ഈ നിയമത്തിനെതിരെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കം ഉറഞ്ഞു തുള്ളുന്ന ഒരു വിചിത്രമായ പ്രതിഭാസത്തിനും നാം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾക്കാണോ? ആ ശ്രമങ്ങൾക്ക് മുന്നിൽ അവർ ഉയർത്തുന്ന ഭീഷണികൾക്ക് മുന്നിൽ നാം മുട്ടുമടക്കിയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീപ്പ പുളിമുടൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ശ്രീ ജോസൂട്ടി ജയിൽ ഒഴികയിൽ, ഒപ്പം അമൽ സിറീഖിനെയും നാം പ്രതീക്ഷിക്കുന്നു, യുവജന പ്രതിനിധിയെ. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, നമുക്കറിയാവുന്നതുപോലെ, ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ, വളരെ വിചിത്രമായിട്ടുള്ള ആവശ്യങ്ങൾ, വിചിത്രമായിട്ടുള്ള സമര ആവശ്യങ്ങൾ നാം ഈ അടുത്ത നാളുകളിൽ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജ് ക്യാമ്പസുകളിൽ നിന്ന്, സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് സംബന്ധിച്ച് കുറിക്കുകയുണ്ടായി. അതായത് പള്ളിക്കൂടങ്ങളിൽ വരേണ്ടത് പഠിക്കാനാണ്, അല്ലാതെ നിസ്കരിക്കാനല്ല. നമ്മള് ഈ സമകാലിക കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, അത് സാമുദായികമായിക്കോട്ടെ ജനസംഖ്യാപരമായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഒരു പരിശോധിക്കുമ്പോൾ ഈ ക്യാമ്പസുകളിൽ നിന്നും, പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ കീഴിൽ നിന്നും അവിടെ പഠിക്കുന്ന ചില തീവ്ര സ്വഭാവമുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഇത്തരം തീവ്ര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ അതത്ര നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ ഫാദർ സ്കോട്ട് സ്ലീബ? ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ എന്ന സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷങ്ങൾ പിന്നിടുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെതായ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഒരു അധിനിവേശത്തിൽ നിന്നാണ്,
ഒരു വിദേശ ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഇവിടുത്തെ സ്വദേശാഭിമാനികളായിട്ടുള്ള നാനാജാതി മതസ്ഥര്, അത് നമ്മൾ ശ്രദ്ധിക്കണം, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് സ്വതന്ത്രമാകുന്ന ഒരു രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് വേണ്ടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും മറ്റെല്ലാ മതവിശ്വാസവും ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോഴാണ് ഈ അധിനിവേശത്തിൽ നിന്ന് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. അവിടെ ക്രിസ്ത്യാനിയുടെ ചോര വീണിട്ടുണ്ട്, മുസൽമാന്റെ ചോര വീണിട്ടുണ്ട്, ഹൈന്ദവന്റെ വീണിട്ടുണ്ട്, പാഴ്സിയുടെയും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ വീണിട്ടുണ്ട്. അവർ ഏക മനസ്സോടുകൂടെ ഒരു രാജ്യമെന്ന വികാരത്തോടുകൂടെ നിന്നപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. ഈ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ, നമുക്ക് ഇന്ന് നമ്മുടേതായ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യമെന്നോ മനുഷ്യനെന്നോ ഉള്ള ഒരു ചിന്ത നഷ്ടപ്പെടുന്നു. മതാത്മകമായ ഒരു ചിന്തയിലേക്ക് നമ്മുടെ രാജ്യം മാറ്റപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു മതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട്, ഒരു മതത്തിന്റെ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്റെ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാലം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നല്ല നാടിന്റെ സമൃദ്ധിക്ക് വേണ്ടി, ഈ നല്ല നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കാൻ പോയത്, നാനാജാതി മതസ്ഥർ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. പണ്ഡിതനും പാമരനും എല്ലാവരും ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഒരു വലിയ സുന്ദരമായ നിമിഷങ്ങളെ ഓർമ്മയിൽ കണ്ടുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിന്, ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിന് കൂടുതൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അവര് കൂടുതൽ അവകാശങ്ങൾ ഉന്നയിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചോദ്യത്തിൽ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ കലാലയങ്ങളിലേക്ക്, അത് ക്രിസ്ത്യാനിയുടെ ആയിക്കൊള്ളട്ടെ, ഹൈന്ദവന്റെ ആയിക്കോട്ടെ, മറ്റേത് മതസ്ഥരുടെ ആയിക്കോട്ടെ, അതാത് കലാലയങ്ങൾ സ്ഥാപിക്കുവാനും അതാത് കലാലയങ്ങളിൽ വിദ്യ അഭ്യസിപ്പിക്കുവാനും ഇവിടുത്തെ ഗവൺമെന്റ് നൽകുന്ന, ഇവിടുത്തെ രാജ്യം നൽകുന്ന ഒരു നിയമപരിരക്ഷയുണ്ട്. ആ നിയമപരിരക്ഷയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളും കോളേജുകളും തുടങ്ങുമ്പോൾ ആ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് അതുവഴി കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാനും ഏകസ്വരത്തിൽ വാഴുവാനും. നമ്മൾ കേട്ടിട്ടുണ്ട്, വിദ്യ കേട്ട ശൂദ്രൻ ചെവിൽ ഈയം ഒരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിനുണ്ടായിരുന്നു, ഈ നല്ല നാടിനുണ്ടായിരുന്നു. ഈ നല്ല നാടിനെ വിദ്യ കൊണ്ട് പ്രബുദ്ധമാക്കുവാൻ വേണ്ടി എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഞ്ചമിക്ക് പതിതമായ പള്ളിക്കൂടം എന്ന് പറഞ്ഞ് പാടുന്ന ഒരു കവിത പോലും നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആ പഞ്ചമിക്ക് പതിതമായ പള്ളിക്കൂടത്തിലേക്ക് നാനാജാതി മതസ്ഥർ ഒരുമിച്ചിരുത്തി വിദ്യ പറഞ്ഞു കൊടുത്ത് ഇവിടെ കേരളത്തിലെ കത്തോലിക്ക സഭയാണ്. ആ ഒരു പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ കലാലയങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അവിടെ നിസ്കാരപ്പായെ വിരിക്കണം എന്ന് പറയുന്നതിനകത്തെ ഒരു ആശങ്ക തീർച്ചയായിട്ടും നമുക്കെല്ലാം ഉണ്ട്. നിസ്കരിക്കണം വേണ്ട എന്ന് പറയുന്നില്ല. ഇവിടുത്തെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവർ ജീവിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അവരുടെ ആവശ്യം നമ്മുടെ കോളേജുകളിലേക്കും നമ്മുടെ സ്കൂളുകളുടെ ഉള്ളിലേക്കും വരുമ്പോൾ അതിന്റെ പിന്നിലെ ഒരു അജണ്ടയെ നമ്മൾ ചർച്ചാ വിധേയമാക്കണം. അതിനെയാണ് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കേണ്ടതും അതിനെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടതും. കേരളത്തിന്റെ ക്രിസ്തീയ കലാലയങ്ങളിലേക്ക് വന്നിട്ട് അവർക്ക് അനുവദനീയമായ സമയങ്ങളിൽ അവരുടെ ദേവാലയങ്ങളിൽ പോയി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്, മോസ്കുകളിൽ പോയി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. അതിന് ഉപരിയായിട്ട് തങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിൽ തന്നെ പെൺകുട്ടികൾക്കും എല്ലാ ദിവസവും നിസ്കരിക്കുവാനായിട്ട് അവകാശം വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ദേവാലയങ്ങളിലേക്ക്, മോസ്കുകളിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല? അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ആത്മീയ നിയമം നിലനിൽക്കുമ്പോൾ അവരുടെ ആത്മീയ നിയമം വഴി അവർ അടിച്ചമർത്തപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ മുകളിലേക്ക് കുതിര കയറാൻ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ഈ അടുത്തടുത്ത സംഭവങ്ങൾ, ഈ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്. ഇത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ നടപ്പാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രിസ്ത്യാനികളും മറ്റു ഇതര സമൂഹങ്ങളും പീഡിപ്പിക്കപ്പെടുകയാണ്. ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നിന്ന് ഇപ്പൊ വഖഫ് ബോർഡിന്റെ നേരെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് തിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള സത്യമാണ്. ഇന്ന് നമ്മുടെ നവമാധ്യമങ്ങളാണെങ്കിലും ഇവിടുത്തെ ചാനൽ മാധ്യമങ്ങളാണെങ്കിലും ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അതേസമയം കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചോ ഇവര് അഭയാർത്ഥികളായിട്ട് കടന്നു ചെന്നതിന്റെ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഇവർ കടത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദ സ്വഭാവങ്ങളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവരാരും സംസാരിക്കുന്നില്ല? അപ്പോഴും നമ്മുടെയൊക്കെ ചാനൽ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ നിസ്കാരപ്പായ വിരിക്കാൻ സാധിക്കാതെ, നിസ്കാരപ്പായ നിങ്ങൾ വിരിച്ചോ, പക്ഷെ അത് കേരളത്തിലെ കത്തോലിക്ക മത സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കലാലയങ്ങളിലേക്ക് ഇവര് കടന്നു പഠിക്കേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പഠിച്ചു കൊള്ളട്ടെ, പഠിക്കാൻ അതിന് അനുവാദമുണ്ട്. അവര് വന്ന് ആ കലാലയത്തെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കട്ടെ. പക്ഷേ മറ്റൊരു സമുദായത്തിന്റെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി, എല്ലാ ദിവസവും നിസ്കരിക്കുവാൻ വേണ്ടി
അതിനെ അനുവദിക്കാൻ സാധ്യമല്ല. ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ നിയമങ്ങളുണ്ടല്ലോ. ഇങ്ങനെ നിസ്കരിക്കാനായിട്ട് താല്പര്യമുള്ളവര്, അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര് അങ്ങനെ ജീവിക്കട്ടെ. അവരുടേതായ കോളേജുകളുണ്ടല്ലോ, MESന്റെ സ്ഥാപനങ്ങളുണ്ടല്ലോ, MESന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക സമുദായത്തിന്റെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ടല്ലോ, അവരവർ അവിടെ പഠിക്കട്ടെ. അവിടെ പഠിക്കാതെ മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആത്മീയ അവകാശങ്ങളും ആത്മീയ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് വരും തലമുറയെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്ന കലാലയങ്ങളില് ഒരു ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വേർതിരിവിന്റെ, ചേരിതിരിവിന്റെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഈ നല്ല നാടിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഈ നല്ല നാടിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് തന്റെ അടുത്തിരിക്കുന്നവനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയാത്തത്, അവൻ ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വിദ്വേഷത്തിന്റെ വേര് പാകിക്കൊണ്ട്, മതത്തിന്റെ വിദ്വേഷത്തിന്റെ വേര് പാകിക്കൊണ്ട് ഞങ്ങളുടെ കീഴിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ന് ഈ നല്ല നാട്ടിൽ, എന്റെ ഒന്നും കൊച്ചിൽ ഇങ്ങനെ കേട്ടിട്ടില്ല. ഇന്ന് ഈ നല്ല നാട്ടിൽ ജീവിക്കുന്ന കുഞ്ഞു തലമുറയിലെ കൊച്ചു മക്കൾക്ക് വരെ ഇന്നൊരു വേർതിരിവിന്റെ സൃഷ്ടിച്ചെടുക്കപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പേരില്, ക്രിസ്ത്യാനിയുടെ പേരില്, ഹൈന്ദവന്റെ പേരിൽ, ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുക. ഈ ഒരു ഹിഡൻ അജണ്ട, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ട ഇവിടെ നടപ്പാക്കിക്കൊണ്ട് മതാത്മകമായ ചിന്തയെ ഉണർത്തിക്കൊണ്ട് ഇവിടുത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലേക്ക് ഒരു നിശബ്ദമായ അധിനിവേശം നടത്തുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ആ നിശബ്ദമായ അധിനിവേശത്തിന്റെ പേരിൽ ഇതര മതസ്ഥരെ ഇല്ലാതാക്കുകയും തങ്ങളുടെ കീഴിലേക്ക് എല്ലാം ചേർത്ത് പിടിക്കുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ശ്രമങ്ങൾ കൊണ്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ല എങ്കിൽ സമീപ ഭാവിയിൽ വലിയ വില കേരള സമൂഹം കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ഫാദർ സ്കോട്ട് സ്ലീബ്, അങ്ങയോടുള്ള ആ ഒരു അവസാനത്തെ ചോദ്യം, അതായത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ നിശബ്ദമായിട്ടുള്ള ഈ ഒരു അധിനിവേശ ശ്രമങ്ങൾ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ഒരു വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ കോളേജ് മാനേജ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞു, വർഷങ്ങളുടെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ചരിത്രം നിർമ്മല കോളേജിനുണ്ട്. ആ ചരിത്രത്തിൽ ഒന്നും കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഈ കഴിഞ്ഞ മാസം അവിടെ ഉന്നയിക്കപ്പെട്ടത് ചില കോണുകളിൽ നിന്ന്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾ അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഉയർത്തുന്ന ചില ഭീഷണികളുണ്ട്. അത് ആൾക്കൂട്ടത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ചില ഒരു ഭീഷണി നിറഞ്ഞ, ആക്രോശം നിറഞ്ഞ മുദ്രാവാക്യങ്ങളുടെ ഒരു രൂപത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ആകാം, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു ഭീഷണിയാണ് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ അവർ ഉയർത്തുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ അവിടെ നിന്നും പിൻവലിക്കും എന്ന രീതിയിലുള്ള ഒരു ഭീഷണിയാകാം, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഒരു നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള ഭീഷണിയാകാം. ഭീഷണികൾ പല രൂപത്തിൽ, നമ്മൾ ഈ അധിനിവേശം പല രൂപത്തിൽ എന്ന് പറയുന്നത് പോലെ ഭീഷണികൾ പല രൂപത്തിൽ. അപ്പോൾ ഇത്തരം ഭീഷണികൾക്കെതിരെ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമുദായം, ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമുദായം പുലർത്തേണ്ട ഒരു ജാഗ്രത എന്താണ്? ഈ ഭീഷണികൾക്ക് മുന്നിൽ ഒരു ഭയപ്പെട്ട് പിന്മാറിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും ഈ ഭീഷണിയുടെ മുമ്പിൽ പിന്തിരിഞ്ഞു പോവുകയല്ല നമ്മുടെ നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ കോളേജ് മാനേജിനൊക്കെ. ഇപ്പോൾ വളരെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തടുത്ത 2 സംഭവങ്ങൾ നടന്നപ്പോൾ ആ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിന്റെ അധികാരികളും സംരക്ഷണം നൽകാൻ വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ കത്തോലിക്ക കോൺഗ്രസിന്റെ ആൾക്കാരായിക്കോട്ടെ, KCPM-ന്റെ ആൾക്കാരായിക്കോട്ടെ, വളരെ സമുദായ സ്നേഹമുള്ള ഒരുപറ്റം ആളുകൾ ചേർന്ന് നിന്നു. ഭീഷണികളും ആൾക്കൂട്ടങ്ങളും കണ്ട് പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൾക്കൂട്ടങ്ങളുടെ ബലത്തെ നോക്കി, ഭീഷണികളെ നോക്കി പേടിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ എല്ലാ മതസ്ഥർക്കുണ്ട്. അത് ക്രൈസ്തവർക്കല്ല, ഹൈന്ദവർക്കല്ല, മുസ്ലിം സമുദായക്കല്ല, എല്ലാവരും ആൾക്കൂട്ടം നോക്കി പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ വേലിക്കെട്ടുകളെ പൊളിച്ചെറിയാൻ സാധ്യമാകുന്നത് ഈ അടുത്തടുത്ത കാലഘട്ടത്തിലൂടെ. കാരണം ഒന്നിന് പിറകെ ആയിട്ട് സമുദായത്തിന് നേരെ പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ഉണ്ടായപ്പോൾ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം അൽമായ സമൂഹം ഉയർത്തെണീറ്റിട്ടുണ്ട്. സഭയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിന്റെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്നവർക്ക് ആർക്കും സഭയിൽ നിന്ന് വലിയ ജോലിയോ സ്ഥാനമാനങ്ങളോ ഒന്നും കിട്ടിയവരല്ല. സഭയോടുള്ള ഒരു ആത്മാർത്ഥമായ കൂറിന്റെ പേരിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. സാധാരണപ്പെട്ട യുവജനങ്ങൾ ഈ സഭയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്.
മുൻപെന്നത്തിനേക്കാൾ ഇപ്പുറമായിട്ട് ഒരു 2000-ത്തിന് ശേഷം, ഒരു 2000 കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2009-ന് ശേഷം ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കേരള സഭയ്ക്ക് സംരക്ഷണം തീർക്കുവാനായിട്ട് ഇവിടുത്തെ അൽമായ സമൂഹവും ഇവിടുത്തെ കേരള കത്തോലിക്ക യുവജന സമൂഹം, അത് KCYM ആയിക്കോട്ടെ, LCYM ആയിക്കോട്ടെ, SMYM ആയിക്കോട്ടെ, NCYM ആയിക്കോട്ടെ, ഏത് യുവജന പ്രസ്ഥാനമാണെങ്കിലും അവർ സഭയ്ക്ക് സംരക്ഷണം തീർക്കാൻ വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കുമ്പോൾ ഈ ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത്. ഈ ഭീഷണികളെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. 10-12 കുട്ടികളെ പോകുമെങ്കിൽ പോകട്ടെ. നമ്മളൊക്കെ സ്ഥാപനങ്ങളെ വളർത്തുവാൻ വേണ്ടിക്കല്ലല്ലോ ഇത് നടത്തുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഈ നാടിന് നന്മ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പെടുന്ന പാരമ്പര്യമുള്ളതാണ് ഈ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്. ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് ഈ ഒരു ഭീഷണികളെ ചെറുത്തു തോൽപ്പിച്ച് മുൻപോട്ട് പോകണം. ഒരു കാരണവശാലും ഇത്തരം ഭീഷണികളുടെ മുമ്പിൽ തോറ്റു കൊടുക്കരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരിടത്ത് വീണു പോയാൽ അത് ചവിട്ടുപടിയാക്കി മാറ്റാൻ ചുറ്റും നിൽക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ അടുത്ത കാലത്ത് പുണ്യാളൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് സമുദായത്തിന് ഒരു വേലി പോലും ഇല്ലെന്ന്, തമാശക്കാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ പറയുന്ന പോലെ സമുദായത്തിന് ഒരു വേലിയില്ലാത്ത കാലഘട്ടത്തിൽ ഭീഷണികൾക്ക് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരള സമുദായത്തിന്, കേരള കത്തോലിക്ക സമുദായത്തിന് വേലി തീർക്കാൻ നട്ടലുള്ള ആംബിയറുള്ള ചെറുപ്പക്കാരും അൽമായ നേതൃത്വം കേരള സഭയിലുണ്ട്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ സമുദായത്തിൻ്റെതായ ആ കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കുക തന്നെ വേണം. നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നോക്കുക, കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാര്, IAS, IPS, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തത്, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ രാഷ്ട്രീയ മേഖലകളിലോ ഏതെങ്കിലും മേഖലകളിൽ എണ്ണം പറയാവുന്ന ക്രിസ്ത്യാനികൾ നമുക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളിങ്ങനെ പലപ്പോഴും സമരസപ്പെട്ടു പോയത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഭീഷണികൾക്കും പല കാര്യങ്ങൾക്കും സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുമ്പിൽ അടിമപ്പെട്ടു പോകേണ്ട. ആ സമ്മർദ്ദ തന്ത്രങ്ങളെയൊക്കെ മാറ്റി എറിഞ്ഞുകൊണ്ട് ഈ ഭീഷണികളുടെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കാതെ മുൻപോട്ട് പോയി രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും സാംസ്കാരികമായിട്ടും നമ്മുടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സഭയുടേതായ സ്ഥാപനങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ ഈ സഭ നിലനിൽക്കുകയുള്ളൂ. ഈ സഭയുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ വിശ്വാസം പ്രഘോഷിക്കപ്പെടാൻ സാധിക്കുള്ളൂ. ഇല്ല എങ്കിൽ വളരെ വില കൊടുക്കേണ്ട നമ്മൾ വരും. ഈ കാലഘട്ടത്തിന്റെ ഒരു മുന്നറിയിപ്പാണിത്. ഇത് കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല, മറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. തലമുറകളോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിക്കുവാനും അതിനെ ചേർത്ത് നിർത്തുന്ന ഒരൽമായ സമൂഹത്തെ ചേർത്ത് നിർത്തുവാനും ഒരു യുവജന വിഭാഗത്തെ ചേർത്ത് നിർത്തുവാനും കഴിഞ്ഞുകൊണ്ട് ഈ പ്രതിരോധങ്ങളെ അതിജീവിച്ചുവെങ്കിൽ മാത്രമേ നാളുകളിൽ നമ്മുടെ ചരിത്രം പറയുവാനും ചരിത്രം പഠിക്കുവാനും ഈ കേരളത്തിൽ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ചരിത്രം നമ്മൾ മറന്നാൽ നമ്മളെ ചരിത്രം മറന്നു കളയും. നമ്മൾ ഇവിടെ വരെ ആയിത്തീർന്നത് പല പ്രതിസന്ധികളുടെ പല വെല്ലുവിളികളുടെ മുമ്പിൽ അതിജീവിച്ചത് കൊണ്ട് ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ മുൻപോട്ട് പോകണം. ഭീഷണികൾക്ക് വഴങ്ങി കൊടുക്കരുത്. കൊടുത്താൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. വളരെ വ്യക്തമാണ്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു വില കൊടുക്കേണ്ടി വരും. ശക്തമായ ഭാഷയിലാണ് ഫാദർ സ്കോട്ട് ശ്രീബ പ്രതികരിച്ചത്. ശ്രീ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെ പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ ആ ഒരു സംഭവം, അതിനുശേഷം അവിടെ നിന്നും വളരെയൊന്നും അകലെയല്ലാത്ത പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ ആ ഒരു സംഭവം, രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. രണ്ട് വിഷയത്തിലും ആ കൂട്ടർക്ക് ഒരു നിസ്കാര മുറി അവിടെ വേണം, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അവിടെ വേണം. ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം മൂവാറ്റുപുഴയിൽ നിർമ്മല കോളേജിലായിക്കോട്ടെ അല്ലെങ്കിൽ പൈങ്ങോട്ടൂരായിക്കോട്ടെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയുമായി അവിടെ എത്തി. ഒപ്പം തന്നെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി കൃത്യമായി മാനേജ്മെന്റുമായി സംസാരിക്കുകയും മാനേജ്മെന്റിന് ശക്തമായ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അങ്ങൊരു കോളേജ് അധ്യാപകനായിരുന്നു, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നു. ഈ ഒരു സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കലാലയങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ കലാലയങ്ങളിൽ ഇപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് വളരെ ആരോഗ്യപരമായിട്ടുള്ള സമര മുദ്രാവാക്യങ്ങളൊക്കെ മുഴങ്ങിക്കേട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വ്യക്തിത്വ രൂപീകരണമൊക്കെ സാധ്യമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കലാലയങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കലാലയങ്ങളിലെ അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ ഒരു ലക്ഷ്യം എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ, ശ്രീ ജോസൂട്ടി ജയൊഴികെ? ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വാർഷികമാണിന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 77 വർഷങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ടാണ് രാഷ്ട്രം ഇത്ര കാലം അത്രയും മുന്നോട്ട് വന്നത്. മതേതരത്വം നിലനിർത്തുവാനായിട്ട് ഈ രാജ്യത്ത് ഏറ്റവും ഉത്സാഹിച്ചതിൽ ഒന്ന് നമ്മുടെ ഭൂരിപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഭരണഘടന നൽകുന്നു. ഈ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും കൊണ്ടുപോകുന്നതിനുള്ള സ്വാതന്ത്ര്യം, അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതികളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ്. ആ ഒരു തരത്തിലാണ് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ നമ്മൾ കാണേണ്ടത്. ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ തന്നെയാണ്. ആ നിലയ്ക്ക് ആ മാനേജ്മെന്റുകളുടെ സമുദായത്തിനാണ് അവിടെ സമുദായത്തിന്റെ വിശ്വാസവും പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിനുള്ള പരിശീലന വേദി കൂടിയാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനം. നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങളിലെ ഈ പ്രത്യേക കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതിനപ്പുറം നമ്മൾ വളരെ സെക്യുലറായ സമീപനമാണ് നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജാതിമത ഭേദമന്യേ തുല്യ പരിഗണന നൽകുന്നു. നമ്മുടെ ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടി അത് ക്രിസ്ത്യാനിയാണോ അല്ലെ മറ്റു മതത്തിൽപ്പെട്ടയാളാണോ എന്ന് വിവേചിച്ചുകൊണ്ടല്ല അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് പ്രത്യേക അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം, അത് വളരെ ലളിതമായി പറഞ്ഞാൽ പെൺകുട്ടികളെയാണ് അവർ അതിൻ്റെ അകത്ത് മുമ്പിൽ നിർത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വിചിത്രമായ ഒരു ഘടകമാണ്. പെൺകുട്ടികളെ മുമ്പിൽ നിർത്തി അവരെ കൊണ്ട് ഇത് ആവശ്യം ഉന്നയിപ്പിച്ച് അതിന് പിന്നെ ഒരു ബഹളം ഉണ്ടാക്കിച്ച് കൊണ്ടുവരിക എന്ന ഒരു സമീപനമാണ് എടുത്തത്. ഇത് തീർച്ചയായും അപകടകരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കും. ഏതൊക്കെ തരത്തിലാണ് ഇത് അപകടകരമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്ന്, ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ അതുവരെ ഞങ്ങൾ ഈ കോളേജിലെ കുട്ടികൾ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവർക്കിടയിൽ ഞങ്ങൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന ഒരു വേർതിരിവ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു വിഭാഗം ആളുകൾ അങ്ങനെ മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ വ്യത്യസ്തരാണ്, ഞങ്ങൾ നിങ്ങൾ കൂട്ടപ്പെടുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളൊക്കെ വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് വരിക. അപ്പൊ ഈ തരത്തിൽ വളരെ സമാധാനപരമായി, വളരെ സമഭാവനയോടെ, ദേശീയബോധത്തോടെ ചിന്തിക്കുന്ന കുട്ടികളെ മതത്തിന്റെ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇത് തന്നെയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനും ആവശ്യമായിരിക്കുന്നത്. അവരെ തിരിഞ്ഞു നിൽക്കാനും വേർതിട്ട് നിൽക്കുവാനും, അങ്ങനെ വേറിട്ട് നിൽക്കുന്നത് വഴി അധികാരത്തിലെത്താനുള്ള അല്ലെങ്കിൽ അധികാരത്തിന് അനുഭവിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കുക. അതാണ് അതിന്റെ പിന്നിലുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറ്റൊരു വശം കൂടി. അതെന്താന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ മുന്നണി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടുതൽ പ്രീണിപ്പിച്ചാൽ അവരുടെ നിന്ന് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി മത്സരിക്കുകയാണ് ഇരു മുന്നണി. അപ്പൊ ഈ മുന്നണികളുടെ ഈ മതപ്രീണന സമീപനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മതേതരത്വത്തിനും മതതരത്വ സമീപനത്തിനും ശരിക്കും ഭീഷണിയായിട്ട് തന്നെ വരികയാണ്. അധികാരത്തിലെത്താൻ വേണ്ടി മതത്തെ ഉപയോഗിക്കുക. നമ്മൾ BJP കുറിച്ച് പറയുന്നുണ്ട്, മതത്തെ അവർ ഉപയോഗിക്കുകയാണ് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട്. മതത്തിന്റെ അത് ക്ഷേത്ര വികാരങ്ങൾ, അയോധ്യ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ അല്ലെ മറ്റേതെങ്കിലും മതവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ അധികാരത്തിലെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം BJP കുറിച്ച് മറ്റു കക്ഷികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മറ്റു കക്ഷികളും കാണിക്കുന്നത് സമാനമായ കാര്യം തന്നെയാണ്. അധികാരത്തിലെത്തുന്നതിനും വോട്ട് കിട്ടുന്നതിനും വേണ്ടി ഒരു വിഭാഗത്തെ അങ്ങ് പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടും എന്ന ഒരു ചിന്തയിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെയും അത് തന്നെയാണ്. നിർമ്മല കോളേജിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിലില്ലെങ്കിൽ പോലും പരോക്ഷമായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ചിലതിന്റെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ പൈങ്ങോട്ടൂർ സംഭവിച്ചത് മറ്റൊന്നാണ്. പൈങ്ങോട്ടൂര് അത് അല്പം മത തീവ്രവാദത്തിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് തന്നെ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം പൈങ്ങോട്ടൂരും ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ ആളുകൾ, അതുപോലെ തന്നെ മുസ്ലിമുകളിൽ പെടുന്നവരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവിടെ. അവരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നാളിതുവരെയും അവർക്ക് ഒന്നും ഇല്ലാതിരുന്ന ഒരു താല്പര്യം
പെട്ടെന്ന് ഒന്ന് രണ്ട് ആളുകൾക്ക് മാത്രം അങ്ങ് ഉണ്ടായി വരികയും അവരതിനെ വളരെ തീവ്രമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അത് സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ കണ്ടോളാം, മുകളിൽ കണ്ടോളാം എന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കുട്ടി എന്തെങ്കിലും കടുകൈ കാണിച്ചാൽ അന്നേരം ഞങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറയുകയും ചെയ്ത് വളരെ വില കുറഞ്ഞ സമീപനങ്ങൾ ഇവിടെ അവർ എടുക്കുകയുണ്ടായി. വളരെ കൃത്യതയോടുകൂടി അവിടുത്തെ മാനേജ്മെന്റ്, പൈങ്ങോട്ടൂർ സ്കൂളിന്റെ മാനേജ്മെന്റ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലും അതുപോലെ മാനേജരും ഒക്കെ ഈ ബന്ധപ്പെട്ട കുട്ടികളുടെ പേരൻസിനെ വിളിച്ച് അവരോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തൊക്കെയാണ് അവിടെ നിലനിൽക്കുന്ന രീതികൾ. 70-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണത്. ഇത്രയും നാളുകളായി ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആക്ഷേപം മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു വർഗീയത ഉയർത്തിയതിന്റെ പിന്നിലുള്ളത് തീർച്ചയായും കടുത്ത വർഗീയ സമീപനം, മതവർഗീയ സമീപനം തന്നെയാണ്. ഒരിക്കൽ പോലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു സ്കൂളിൽ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നതിനും ഒരുപോലെ വിവേചനമില്ലാതെ അവരെ സമീപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പക്ഷെ ആ യൂണിഫോം പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, ആ സ്കൂളിന്റെ പൊതു നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ കലാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വത്തിന്റെ ആ പൊതുധാര ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം സംസ്കാരവും സ്വന്തം വിശ്വാസവും നിലനിർത്തി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നെന്ന് കരുതി അദ്ദേഹം ഒരു മതവാദി ആകണം എന്നില്ല. അതേസമയത്ത് ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മതത്തിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം വാങ്ങുകയും മറ്റു മതങ്ങളുടെ വികാരങ്ങൾ മാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരൊരു മതവാദികൾ അല്ലെങ്കിൽ മത തീവ്രവാദികൾ എന്ന ഗണത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേരളത്തെ ഒരു മത തീവ്രവാദ വേദിയാക്കി മാറ്റാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നാണെന്നുണ്ടെങ്കിൽ വിവിധ ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനോടകമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 80-20 റേഷ്യോയുടെ കാര്യം നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, കോടതിയിൽ കേസായിട്ടുണ്ട്. അത് കോടതി വിധി അനുകൂലമായിട്ടും ഇപ്പോൾ കേരള സർക്കാർ അതിനെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടതി വിധി മാനിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ മര്യാദയാണ്. അതുപോലും മാനിക്കാതെ കോടതി വിധിക്ക് എതിരെ അപ്പീലിന് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 80:20 എന്ന അനുവാദത്തിലെ അനീതി ഞങ്ങൾ പരിഗണിക്കുന്നില്ല, അതിനപ്പുറം ഞങ്ങൾക്ക് വേണ്ട ചില പ്രീണന സമീപനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ അകത്തുള്ള അംഗങ്ങളുടെ എണ്ണം എടുത്താലും ഒക്കെ ഇത്തരം സംഗതികൾ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കറിയാം, കേരളത്തില് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും അത് കഴിഞ്ഞ് പാലളി മുഹമ്മദി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഉടൻ തന്നെ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് നടപ്പാക്കാൻ ഗവൺമെന്റ് വളരെ ശ്രദ്ധ കാണിച്ചു. അതേ സമയത്ത് ഇവിടെ ഒരു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ 1 വർഷത്തോളം ആറായി. ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്ത് കാണിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ റിപ്പോർട്ട് പുറത്ത് കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത് നടപ്പാക്കുന്ന കാര്യം വേറെ നിൽക്കട്ടെ. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് തികഞ്ഞും ഗവൺമെന്റ് ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്നത് മതേതരത്വത്തിന് വിരുദ്ധമായി ഭരണപക്ഷത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു വിവേചന സമീപനമാണ്. അപ്പം നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള വിവേചനങ്ങൾ ഒന്നും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നിയമത്തിന്റെയും അത് എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെയും അതുപോലെ തന്നെ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ചില വ്യക്തികളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം നിലനിർത്തുവാൻ ഉള്ള ഉത്തരവാദിത്വം, ബാധ്യതയും അത് സ്കൂൾ നടത്തുന്നവർക്കുള്ളതുപോലെ തന്നെ സ്കൂളിൽ വരുന്നവർക്കും മാതാപിതാക്കൾക്കും എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്വമാണ് മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുക എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും 1-2 വ്യക്തികളുടെ ഉത്തരവാദിത്വമല്ല. ആ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ആരെങ്കിലും പുറകോട്ട് പോയാൽ അതിനർത്ഥം അവർ മതവാദികളാണെന്നാണ്. അപ്പൊ ഇത്തരം മതവാദ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ പൊതു ആവശ്യം. ഇപ്പൊ പൈങ്ങോട്ടൂരിലും നിർമ്മല കോളേജിലും കണ്ടത് അത് തന്നെയാണ്. നിർമ്മല കോളേജിൽ ഏതാനും ആളുകൾ ഈ വിഷയവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൊതുസമൂഹം ഒന്നടങ്കം കോളേജിനോടൊപ്പം നിന്നു. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ഈ മുസ്ലിം മത നേതൃത്വവും ഈ ആവശ്യത്തിന്റെ അർത്ഥശൂന്യത അവർ തന്നെ വെളിവാക്കിക്കൊണ്ട്, ഇത്തരം ഒരു ആവശ്യത്തിന്റെ ഒരു അർത്ഥശൂന്യത അവർ തന്നെ വെളിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയും കോളേജ് മാനേജ്മെന്റിനൊപ്പം കോളേജ് മാനേജ്മെന്റിന് പിന്തുണ നൽകിയാണുണ്ടാക്കുന്നത്. പൈങ്ങോട്ടൂരെ സംബന്ധിച്ചിടത്തോളം പൈങ്ങോട്ടൂരെ പൊതുസമൂഹം ആ സ്കൂളിനൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വസ്തുത, ഒരു ന്യൂനപക്ഷമാണ് ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. ആ ന്യൂനപക്ഷത്തെ തിരിച്ചറിയുകയും ചൂണ്ടിക്കാണിക്കുകയും അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ആ ന്യൂനപക്ഷം ഉൾപ്പെടുന്ന ആ ന്യൂനപക്ഷ തീവ്രവാദ സമീപനം ഉൾപ്പെടുന്ന ആ സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. അവർക്ക് മാത്രമാണ് അവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമുദായ സൗഹാർദ്ദം എന്ന് പറയുന്നത് കേരളത്തിന് ഒരു യാഥാർത്ഥ്യമായി മാറുക എന്ന് ഇതാണ് എനിക്ക് സംബന്ധിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം. യെസ്, വളരെ വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ അമൽ സരീഖ്, പ്രത്യേകിച്ച് നേരത്തെ ശ്രീ ജോസൂട്ടി ജെ ഒഴികിൽ സൂചിപ്പിച്ചതുപോലെ
ഈ 80-20 അനുപാതം, ഒപ്പം തന്നെ ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും വർഷങ്ങളായിട്ട് ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരുന്ന കൊടിയ വിവേചനം, ഒപ്പം തന്നെ അവഹേളനങ്ങൾ, അതിനെതിരെ ശക്തമായിട്ട് പോരാടി ഒപ്പം തന്നെ നിയമത്തിന്റെ മാർഗത്തിലൂടെ ഒരു നീതി ലഭ്യമാക്കിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങ്. നമുക്കറിയാം, ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അത് ഏത് ന്യൂനപക്ഷമായിക്കോട്ടെ അത് തുല്യമായിട്ടുള്ള ഒരു വിതരണം, അത് ഭരണഘടന തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്റെ ചോദ്യം ഇതാണ്: നമുക്ക് ഈ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിലെ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഈ നിസ്കാരമുറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെയൊക്കെ നാം കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ചിലർ ധരിക്കുന്നു, അതായത് അവർക്ക് കുറെ അവകാശങ്ങൾക്ക്, മറ്റുള്ളവരെക്കാൾ കുറെ കൂടി കൂടിയ രീതിയിലുള്ള അവകാശങ്ങൾക്ക് ഇവിടെ അർഹതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് ഇവിടെ മേൽക്കോയ്മ എന്ന തരത്തിൽ ചിലർ ധരിക്കുന്നു. ഒപ്പം തന്നെ ഈ 80-20 നാം അത് തന്നെയാണ് കണ്ടത്. 80% ഒരു കൂട്ടർക്ക്, 20% മറ്റൊരു കൂട്ടർക്ക്. അപ്പോൾ ഈ 80-20 വിഷയത്തിൽ അങ്ങ് നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ 80-20 കണ്ട അതേ ഒരു നീതി നിഷേധത്തിന്റെ മറ്റൊരു മിനിയേച്ചർ വെർഷൻ, അല്ലെങ്കിൽ മറ്റൊരു ടെസ്റ്റ് ഡോസ് അല്ലെ നമ്മൾ ഈ വഖഫ് ബോർഡ് വിഷയത്തിലും, ഒപ്പം തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചിലർ നടത്തുന്ന ഈ നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിസ്കാര സൗകര്യവുമായി ബന്ധപ്പെട്ട് ചിലർ ഉയർത്തുന്ന ഒരു ആവശ്യങ്ങളും അതുതന്നെയല്ല, അതിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഡോസ്, അതല്ലേ അവരവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്? ശ്രീ അമൽ സരീഖ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആശയം എവിടുന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ബാക്കിയുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു മേധാവിത്വം നേടുന്ന രീതിയിലേക്കുള്ള ഒരു ആശയധാര എവിടുന്നാണ് ഉത്ഭവിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖഫ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് വഖഫിന്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു ആണ്, അതായത് ദൈവമാണ് വഖഫിന്റെ ഓണർ. അപ്പം ആർക്ക് വേണമെങ്കിലും ഈ വഖഫിലേക്ക് ഭൂമിയോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതായി മാറും. പിന്നീട് അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നീട് നമുക്ക് തിരിച്ചെടുത്ത് മറ്റു രീതിയിലേക്ക് മാറ്റാനോ വിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പറ്റത്തില്ല. അപ്പൊ വാക്കാലോ രേഖാമൂലമോ ഇത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വഖഫിന്റെ ഭാഗമായി മാറുകയാണ്. അതൊക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ശരിക്കും ഇന്നിപ്പോ സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഈ സ്വാതന്ത്ര്യ ദിനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആ ഒരു സമയങ്ങളിൽ അന്ന് ഈ ഒരു 78 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 77 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ മുസ്ലിം ലീഗ് ഉത്ഭവിച്ചുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു കലാപം എന്ന രീതിയിലേക്കൊക്കെ പല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വന്നപ്പോൾ സ്വാതന്ത്ര്യം നേടുന്ന ഒരു സമയമായപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആയിട്ട് വിഭജിച്ചു പോകുന്ന ഒരു കാഴ്ച പാകിസ്ഥാനായിട്ട് വിഭജിച്ചു പോയി, അതോടൊപ്പം തന്നെ അപ്പുറത്ത് ബംഗ്ലാദേശൊക്കെ ആയിട്ട് വിഭജിച്ചു പോകുന്ന ഒരു ഡിവിഷന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ സമയങ്ങളിലൊക്കെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കള് എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെയൊക്കെ മുഖ്യ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന BR അംബേദ്കറിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഭാഷ എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ, അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആ ഒരു അവസരങ്ങളിലൊക്കെ ഈ ഒരു മതത്തിൻ്റെതായ ഈ എന്താ പറയുക പ്രവർത്തനങ്ങളിൽ ഇതിലേക്ക് കൂടുതലായിട്ട് വന്നപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് അവിടെ അവര് സ്വീകരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ സൂചിപ്പിച്ചതെന്ന് ഞാനൊന്ന് വായിച്ചു കാണിക്കാം. അതായത് ഒന്നാമത് നമുക്ക് ജവഹർലാൽ നെഹ്റു, നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ പുസ്തകം 1948 എഴുതിയതാണ്. അധ്യായം 7-10 കേട്ടോ. അതിനകത്ത് പറയുന്നതാണ്, ലീഗിന് പ്രധാനമായി 2 ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്: ബ്രിട്ടീഷ് ഗവൺമെന്റിനോടുള്ള ഭക്തിയും മുസ്ലിം താല്പര്യങ്ങളുടെ സംരക്ഷണവും. ഇതാണ് ലീഗിന് പ്രധാനമായിട്ട് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ ഉപരിയായിട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യക്കാരിൽ ഉപരിയായിട്ട് ഉള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള ഭക്തിയും മുസ്ലിം താല്പര്യങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇനി അതുകൂടാതെ തന്നെ നെഹ്റു മറ്റൊരു സ്ഥലത്ത് പറയാം, ഇന്ത്യ കണ്ടെത്തലിന് അധ്യായം 6-11 അതിനകത്ത് 1948 തന്നെ ഇറങ്ങിയതാണ്. 6-11 അവിടെ എഴുതിയേക്കുവാണ്: ഇസ്ലാം മതപരവും രാഷ്ട്രീയവും എന്നിങ്ങനെ 2 തരത്തിലുള്ള ശക്തിയായി ഇന്ത്യയിൽ വളർന്ന് അനേകം പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിരിക്കുകയാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ കേട്ടോ. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ അയൺമാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യ യൂണിറ്റിയിലേക്ക്, അതായത് സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ മുസ്ലിംസ് ടുഡേ. അതായത് അതിന്റെ റെഫറൻസ് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ തുടങ്ങാം. അതായത് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിബേറ്റ്സ്, അതായത് ഭരണഘടനാ അസംബ്ലി ചർച്ചയ്ക്കകത്ത് വോളിയം 8.92.109
അത് 1949 മെയ് മാസം 26 അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ഓക്കെ. The Muslims today were very strong, well-knit, well-organized minority, very good. A minority that could force the partition of the country is not a minority at all. Why do you think that you are a minority? If you are a strong, well-knit and well-organized minority, why do you want to claim safeguards? Why do you want to claim privileges? അതായത് അന്ന് മുസ്ലിങ്ങൾ ഈ രാജ്യങ്ങൾ വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി പോയതിനു ശേഷവും ഇന്ത്യയിൽ പ്രത്യേക പരിഗണനകളും പ്രത്യേക കാര്യങ്ങളും തരണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേൽ പറയുകയാണ്, നിങ്ങൾ ഇത്രമാത്രം ശക്തവും ധീരവുമായ ഒരു സമൂഹമാണ്, ഒരു രാജ്യത്തെ തന്നെ വിഭജിക്കാൻ തക്ക വിധം ശക്തിയുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതുപോലെ സേഫ് ഗാർഡ്സും പ്രിവിലേജും ഒക്കെ ആവശ്യപ്പെടുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുകയാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ BR അംബേദ്കർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രദ്ധിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം രാജിവെച്ച അവസരത്തിൽ ആ രാജിയുടെ കാരണമാണ് പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ത്യയില് BR അംബേദ്കർ എഴുതിയ പുസ്തകങ്ങൾ നിരോധിച്ചിരിക്കുക. നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എഴുതിയ പുസ്തകങ്ങൾ ഈ ഭാരതത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് നിരോധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിനകത്ത് എന്താണ് പ്രതിപാദിച്ചതെന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ ഭാരതീയ ജനത തുറന്ന് വായിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ഇന്ത്യൻ ചരിത്ര സമൂഹ നേതാവാണ് അംബേദ്കർ. 1951 മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നായി രാജി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാർക്ക് ഇളവ് അനുവദിക്കാത്തത്? മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ആശങ്ക താരതമ്യം ചെയ്യുക. പ്രധാനമന്ത്രിയുടെ മുഴുവൻ സമയവും ശ്രദ്ധയും മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എവിടെയും എപ്പോൾ ആവശ്യം വന്നാലും അവർക്ക് പരമമായ സംരക്ഷണം നൽകണമെന്ന് എന്റെ ആഗ്രഹത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പോലും വഴങ്ങുന്നില്ല. പക്ഷേ എനിക്ക് അറിയേണ്ടത്, മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സംരക്ഷണം ആവശ്യമുള്ളത്? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും സംരക്ഷണം ആവശ്യമില്ലേ? ഈ കമ്മ്യൂണിറ്റികളോട് എന്ത് കരുതലാണ് അദ്ദേഹം കാണിച്ചത്? എനിക്ക് അറിയാവുന്നിടത്തോളം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള സമൂഹങ്ങൾ ഇവയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ രാജി പറയുന്ന സമയത്ത്, പ്രസംഗത്തിന്റെ സമയത്ത് അദ്ദേഹം പ്രസ്താവിക്കുന്ന കാര്യങ്ങളാണിത്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും മുഖ്യധാര നേതാക്കളും മുന്നോട്ട് വെച്ച ആശങ്ക തന്നെയാണ് ഇന്നിവിടെ നടമാടുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊന്നും എങ്ങും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പലരും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ഈ ഭരണഘടനയിൽ ഈ ന്യൂനപക്ഷ അവകാശവും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ വന്നെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒരു മതപരമായ രീതിയിലുള്ള ഡിവിഷൻസും വേർതിരിവും എല്ലാം കിടന്ന് ഇന്ത്യയുടെ ഒരു മുഖത്തിന് അത് ഭയങ്കര ദോഷം ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് ഭരണഘടനാ രൂപീകരണ ചർച്ചയിൽ, അതായത് ഭരണഘടനയുടെ ആ ഒരു അസംബ്ലിയിലെ ചർച്ചകളിൽ അവിടെ സംവരണ വിഷയത്തില് ഈ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായിട്ട് നിശ്ചയിക്കുന്നത്. ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചതിന് ശേഷമാണ് സംവരണത്തിലുള്ള ചർച്ച തുടങ്ങുന്നത്. അന്ന് ആ സംവരണത്തിലുള്ള ചർച്ച തുടങ്ങുന്നതിന് മുമ്പായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ്, മതങ്ങൾ അവരുടെ സംവരണം വിട്ടു നൽകണം. അന്ന് നിലവിലുണ്ടായിരുന്ന പ്രസിഡൻസികളും മറ്റുമായിട്ടുള്ള മതങ്ങള് അവരുടെ മതസംവരണം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ കാര്യം, ഇനി ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ ഒരു ഡിവിഷൻ ഉണ്ടാകരുത്, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണെന്ന് അവർക്ക് അത്രമാത്രം ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മതങ്ങൾ സംവരണം വിട്ടുകൊടുത്തിട്ട് മതപരമായിട്ട് ഒരു ഡിവിഷൻസും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം പ്രതിനിധികളും ക്രിസ്ത്യൻ പ്രതിനിധികളും സിഖ് പ്രതിനിധികളും എല്ലാം തന്നെ അവരുടെ സംവരണം വിട്ടുകൊടുത്തതാണ് ഈ ഭരണഘടനാ സമയത്ത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് സംവരണമില്ല, സിഖിനും ജൈനും ക്രിസ്ത്യനും ഒന്നും സംവരണമില്ലാതെ ആ വിഭാഗങ്ങളെ പിടിച്ചാണ് ന്യൂനപക്ഷ അവകാശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സിഖ് ജൈനിന് ബുദ്ധ പാഴ്സി ഇങ്ങനെയുള്ള വിഭാഗങ്ങളായ 6 വിഭാഗങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശം കിട്ടുന്നത് ആ മതവിഭാഗങ്ങളുടെ സംവരണമൊക്കെ വിട്ടുകൊടുത്ത് അവർക്ക് ഒരു ന്യൂനപക്ഷ സംരക്ഷണം, അവരുടെ ആ മതപരമായിട്ട് രീതിയിലുള്ള സംരക്ഷണം അവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാനും ആ സ്ഥാപനങ്ങളുടെ അവർക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു അവകാശമാണ്. അതായത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പണിതിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ പെടുന്ന കുട്ടികളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസ സംരക്ഷണവും പൈതൃക സംരക്ഷണവും സംസ്കാര സംരക്ഷണവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അവകാശമാണ് ഈ വിദ്യാഭ്യാസ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ആ അവകാശം ഇന്ന് ബാക്കി പലരുമാണ് ഇപ്പം തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാണുന്നത്. അത് വളരെ വിചിത്രമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ നോക്കുവാണെങ്കിൽ കേരളത്തിൽ 12% മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. ശരിക്കും പറയാം മതപരമായ സംവരണം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ അവിടെ എഴുതി വെക്കുകയും മാത്രമല്ല, രാജ്യത്ത് OBC സംവരണം 1992 വന്നപ്പോൾ കേരളത്തിന് OBC പട്ടികയിൽ മുസ്ലിം എന്നൊരു പേര് പോലും ഇല്ല. പകരം കിടക്കുന്ന വിഭാഗം മാപ്പിള എന്ന് പറയുന്ന വിഭാഗത്തിനാണ് കിടക്കുന്നത്. അതൊരു ക്ലാസസിലാണ് ശരിക്കും പറഞ്ഞാൽ സംവരണം ഏർപ്പെടുത്തുന്നത്, മതങ്ങൾക്കല്ല.
അപ്പൊ അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ പ്രത്യേകമായി മുസ്ലിങ്ങൾക്ക്, അതും ബ്രാക്കറ്റിൽ അവർ കൃത്യമായി കേരള സർക്കാർ പ്രതിപാദിച്ചിരിക്കുകയാണ്, ഓൾ സെക്ഷൻസ് ഫോളോയിങ് ഇസ്ലാം, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും കേരളത്തിൽ 12% സംവരണം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങുന്നു, അല്ലെങ്കിൽ നീങ്ങി ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പം കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ. ഇത് തന്നെ എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ന്യൂനപക്ഷ വിഷയം പറഞ്ഞു, 80-20 എന്ന് പറയുന്ന വിഷയം വന്നു. ഈ വിഷയം വന്നിട്ട് കാലങ്ങൾ കുറേയായി. അന്ന് അത്ര ഈ 100 കോടി രൂപയൊക്കെ ബഡ്ജറ്റില് ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൊടുക്കുന്ന സമയത്തും 80% മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടും 20% ബാക്കി വരുന്ന ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്കുമായിട്ടാണ് കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഓക്കെ. എന്നിട്ടും ഒരു മുസ്ലിം സംഘടനയോ നേതാക്കളോ ഒന്നും തന്നെ അതിനെ എന്താ പറയുക, എതിർക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്ന് പറയാൻ പോലും ചൂണ്ടിക്കാണിച്ചില്ല. Yes, sir. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്, ഈ വിധി വന്നു. ഈ വിധി വന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വരുന്നത്. ഒരു 32 പേജുള്ള ഒരു വിധിയാണത്. ആ വിധിക്കകത്ത് ഏകദേശം ഒരു 5-6 സ്ഥലങ്ങളിലാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ എനി ആക്ടും ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൺസപ്പോർട്ടഡ് ബൈ എനി ലോ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു 80:20 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ അനുവാസീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചീഫ് ജസ്റ്റിസാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അട്ടർ വയലേഷൻ ആയിരുന്നു, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നു, ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കടുത്ത ലംഘനമാണെന്ന് പല പേജുകളായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്തരത്തിലുള്ള ഭരണഘടനയുടെ കടുത്ത ലംഘനം എന്ന രീതിയിലേക്ക് റിറ്റ് ഫയൽ ചെയ്യപ്പെട്ട് വിധി വന്ന ഈ വിഷയത്തിലാണ് മുസ്ലിം ലീഗ് പ്രസ്താവിക്കുന്നത് 100% ഈ ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് അർഹമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖമായ UDF ഒരു പാർട്ടി ആയിട്ടുള്ള ഈ മുസ്ലിം ലീഗ് തന്നെ തുറന്ന് പ്രസ്താവിക്കുകയാണ്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു കോടതി ആ ഒരു വിധി ആ സമയങ്ങളിൽ, അതായത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ കേസിന്റെ സമയങ്ങളിൽ അതിനകത്ത് അപ്പുറത്തുനിന്ന് വന്ന് കയറിയ ഒരു വിഭാഗമാണ്, അതായത് വിഭാഗം മീൻസ് ഒരു സംഘടനയാണ് നമ്മുടെ VK വീരാനും അതോടൊപ്പം തന്നെ മകൻ ഹാരിസ് വീരാന്റെ ഒക്കെ ഒരു സംഘടന. Yes, ആ sir. സംഘടനയ്ക്കകത്ത് ആ ഹാരിസ് വീരാൻ വന്ന് വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ക്രിസ്ത്യാനികൾക്ക് ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് 80 ഇത് നിലനിർത്തണമെന്നും ഇത് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഹാരിസ് വീരാനൊക്കെ വാദിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഈ ഹാരിസ് വീരാനെയാണ് നമ്മുടെ കേരളത്തിന്റെ രാജ്യസഭാ MP ആയിട്ട് പാനലില് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. മാത്രമല്ല ആരാണ് ഹാരിസ് വീരാന്റെ പേര് അവിടെ ഉന്നയിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രമുഖമായ നേതാവും തങ്ങൾ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായ ഈ വ്യക്തിയാണ് നമ്മുടെ ഹാരിസ് വീരാനെ അവിടെ മുന്നോട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം ഒരു വർഗീയമായ രീതിയിലാണ് ഈ പാർട്ടികളും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ വഖഫിന്റെ കാര്യം വന്നു. ഈ വഖഫിന്റെ കാര്യം വന്നപ്പം അതിനകത്ത് വലിയൊരു അപകടമുണ്ട്. കാര്യം വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ടേം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതായത് ഈ ആക്ടിനകത്തും ഈ 2013 അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, അതായത് വർഷങ്ങളായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ സ്ഥാനം അത് വഖഫ് ബൈ യൂസർ എന്ന രീതിയിലേക്കും വഖഫിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി തുടർച്ചയായിട്ട് ഒരു മൈതാനമോ ഒരു പ്രദേശമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് നാളെ അതിനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ വഖഫിന്റെ ഭാഗമാക്കി മാറ്റാം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ കാണുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള മുറികളും മറ്റുമൊക്കെ നമ്മൾ നിസ്കരിക്കാൻ കൊടുക്കുമ്പോൾ അവരിപ്പം ആ പരാതിയായിട്ട് എഴുതിയ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുകയാണ്, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് അനുവദിച്ചു തരണം അല്ലെങ്കിൽ ഇത് അനുവദിക്കണം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക സ്ഥാപിക്കുകയാണ് അവർ. ഇത്ര വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളായി ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്ര വർഷങ്ങളായി ഇവിടെ ഇസ്ലാമിക കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അവർ മുന്നോട്ട് വെക്കുവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് തന്നെ നാളെ ഇത് ഞങ്ങൾ അനുദിനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് വേണ്ടി അവിടെ നിലനിൽക്കുന്നതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അള്ളാഹുവിന്റെ ആണ് അത് എന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയും അത് വഖഫിലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാനൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വഖഫ് എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ ശരീഅത്ത് ലോ അല്ലെങ്കിൽ ആ രീതി വരുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയോ അല്ലെങ്കിൽ നമ്മുടെ കോർട്ടിന്റെ ഒക്കെ ഒരു പ്രഥമമായ അധികാരത്തിൽ വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ശരീഅത്തിലോയാണ് ഇവർക്ക് മുഖ്യമായിട്ടുള്ള നിയമസംഹിത എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ഒരു പ്രദേശത്തേക്ക് ഈ വഖഫ് ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കാൻ പോലും അവിടെ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം ഈ കോടതിക്കും അപ്പുറം നിൽക്കുകയാണ് ഈ ഒരു ശരീഅത്ത് നിയമപ്രകാരമുള്ള വഖഫിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതായത് സമീപിക്കേണ്ട സാധാരണക്കാരന് അങ്ങനെ ഒരു ഇപ്പൊ വഖഫ് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇഫ് വഖഫ് തിങ്സ് ദാറ്റ്, അതായത് വഖഫിന് തോന്നി വഖഫ് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന് തെളിയിക്കേണ്ടത് മറ്റ് എതിർ പാർട്ടി
പാർട്ടിക്കാണ്, ബർഡൻ ഓഫ് പ്രൂഫ് എതിർ പാർട്ടിക്കാണ്. മാത്രമല്ല എതിർ പാർട്ടി സമീപിക്കേണ്ടത്, അതിൽ വിചിത്രമായിട്ടുള്ള കാര്യം, ഈ വഖഫ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത്. ഈ വഖഫ് ട്രൈബ്യൂണൽ ആരൊക്കെയാണ്? ഈ വഖഫുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആരെയാണ് എതിർക്കുന്നത്? ആ വ്യക്തിയെ തന്നെ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സമീപിക്കുന്ന വിചിത്രമായിട്ടുള്ള പ്രതിഭാസം. അപ്പോൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ വഖഫ് കേരളത്തിൽ നിലനിൽക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അണ്ടറില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അകത്തിരുന്നാണ് ഈ വഖഫിനും പ്രത്യേകം, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ പ്രധാനമായിട്ടും 4 മേഖലകളാണുള്ളത്. ഒന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പ് മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഭാഗം, പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ അതോടൊപ്പം തന്നെ ധനാരി കോർപ്പറേഷൻ, പിന്നെ വരുന്ന വഖഫ് ബോർഡാണ്. ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അണ്ടറിൽ എല്ലാ ന്യൂനപക്ഷങ്ങളെയും പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വഖഫ് ബോർഡിന് പ്രത്യേക പരിഗണനയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷന്റെ അകത്ത് പോലും നേരത്തെ ജോസ് കുട്ടി സാർ സൂചിപ്പിച്ച പോലെ മറ്റൊരു വിഷയം ചേർത്തുകൊണ്ട് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രാതിനിധ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാർ അംഗങ്ങളെ കൊണ്ടുവരാനായിട്ട് അവിടെ ആക്ടിൽ തന്നെ ഒരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ് വരാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കൊക്കെ എതിരായിട്ടുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, നമ്മുടെ ഒരു പിതാവ് തന്നെ വേദന പറഞ്ഞുകൊണ്ട്, ഒരു അംബ്രോസ് പിതാവ് തന്നെ അതിന് വേദന പറഞ്ഞുകൊണ്ട് അവിടെ പള്ളിയില്, വേളാങ്കണ്ണി പള്ളിയില് ആ പ്രദേശത്തും അതോടൊപ്പം തന്നെ ആ അനേകം വിശ്വാസികൾ തന്നെ കരഞ്ഞുകൊണ്ടൊക്കെയുള്ള വീഡിയോസ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ തന്നെ അവര് കരഞ്ഞു പറയുകയാണ്, അതായത് ഈ ഒരു വഖഫിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക എല്ലാം ചെയ്തതാണ്. വർഷങ്ങളായിട്ട് കരം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. വർഷങ്ങളായിട്ട് അവർ കരം കൊടുത്തുകൊണ്ടിരുന്ന പെട്ടെന്നൊരു സുപ്രഭാതി നിങ്ങളെ അല്ലാന്നും പറഞ്ഞുകൊണ്ട് വരുന്നൊരു ഘട്ടം വരുമ്പോൾ അത് ഇന്ന് ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടും പറഞ്ഞാണ്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ MP-മാരും MLA-മാരും എല്ലാം ഇതില് കൃത്യമായ നിശബ്ദത പുലർത്തുന്നുള്ളതാണ് നമുക്ക് ഈ അറിയാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പൊ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവരെ മറിക്കാൻ വേണ്ടി ഇത്രമാത്രം ഈ പ്രചരണം അഴിച്ചുവിട്ടിയ ആൾക്കാർ, പക്ഷെ ഇന്നിപ്പോ ഭരണഘടനാ ലംഘനത്തിലൂടെ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും അതിനെതിരെ വാ പൊക്കുന്നില്ല. അതാണ് അതിനകത്ത് ഒരു അതിശയം നമുക്ക് തോന്നുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലത്തെ ഒരു രണ്ട് വാദം ഈ ഒരു രീതിയിൽ ഉന്നയിക്കുന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അവിടെ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അച്ഛൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അതായത് മുസ്ലിം പെൺകുട്ടികളെയൊക്കെയാണ് ഇത് മുൻനിർത്തിക്കൊണ്ട് ഇപ്പൊ ഇവര് ചെയ്യുന്നെന്നുള്ള കാര്യം ജോസ് കുട്ടി സാർ അവിടെ സൂചിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അവിടെ മുസ്ലിം പെൺകുട്ടികളെ ഇത് തന്നെയാണ് ഇപ്പം ആഗോള തലത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇവര് കൃത്യമായും സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി തന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ കലാപങ്ങൾ നടന്നു. അതിനകത്ത് പല വീഡിയോകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അതൊന്നും തന്നെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഒരു വാർത്തകളായിട്ടോ ചർച്ചകളായിട്ടോ അതിന്റെ വീഡിയോസ് ആയിട്ടോ ഒന്നും തന്നെ വന്നില്ല. പകരം വരുന്ന പറയാം ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബംഗ്ലാദേശിലല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള, എന്നാൽ ബംഗ്ലാദേശിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഒന്നും ഇവരിടുന്നുമില്ല. അപ്പൊ അതിനകത്ത് രണ്ടൊരു വീഡിയോ ആണ്, അതായത് അവിടെ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടറിൽ 2 പെൺകുട്ടികൾ വന്നിട്ട് കലാപം നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുവാണ്. വെള്ളവും ജ്യൂസും കാര്യങ്ങൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് പ്രവർത്തിക്കുന്ന രീതിയിലേക്കും അവിടുത്തെ ആ ഒരു വനിതാ സമൂഹത്തെയും കുട്ടികളെയൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെന്നുള്ളതും വളരെ വേദനാജനകമാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കൊടുത്തിരുന്ന സംഭാവന എന്നുള്ളത്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിനെ വളർത്തുന്നതിലുപരി ഒരു സമൂഹത്തെയും ഒരു ലോകത്തെ വളർത്താനായിട്ടുള്ള രീതിയിലേക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പോക്കുകയും ഒരു മതേതര മുഖം നൽകിക്കൊണ്ട് വളർത്തുകയും ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ മതത്തിന് വേണ്ടി തീവ്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ ഉള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ഇതാണ് ഇവിടെ എല്ലാം പാലിക്കപ്പെടേണ്ടത് എന്ന രീതിയിലേക്കുള്ള ആക്രോശത്തോടെ വരുന്നത് നമ്മൾ ശരിക്കും വേദനാജനകമായി കാണേണ്ടതും തിരുത്തപ്പെടേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ അമൽശ്രീ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീ ജോസൂട്ടി ജെ ഒഴികയിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളുകളിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഈ മാറുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമലും സാറും ഒപ്പം തന്നെ അച്ഛനും ഒക്കെ സൂചിപ്പിച്ചു, കാലം മാറിയിരിക്കുന്നു എന്നത് കൃത്യമാണ്, അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്.
ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ ഒരു മാറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ക്രൈസ്തവ സ്ഥാപനങ്ങൾ അത് പണിതത് ക്രൈസ്തവന്റെ മാത്രം ഉന്നമനം ലക്ഷ്യമിട്ടല്ല. ഈ നാട്ടിലെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും നാനാജാതി മതസ്ഥരുടെയും ജാതി മത വർഗ ഭേദമന്യേ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ പണിതിട്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ക്രൈസ്തവ കലാലയ മുറ്റത്ത് നിന്ന് ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പുലർത്തേണ്ട ഒരു ജാഗ്രതകൾ എന്തൊക്കെയാണ് ശ്രീ ജോസൂട്ടി ചെയ്യൊഴികെ? തീർച്ചയായും ജാഗ്രത ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഒന്നാമത്തെ സംഗതി നമ്മുടെ അവകാശങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആ ബോധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അവകാശങ്ങൾ എത്രമാത്രമുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യം ഉണ്ടാവുകയും നമ്മൾക്ക് ചെയ്യേണ്ടാത്ത ഒരു ഇത്തരത്തിൽ കാര്യങ്ങളിലുള്ള ഒരു ആനുകൂല്യം കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്രൈസ്തവ സംസ്കാരങ്ങളിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹം അവിടെയുള്ളവർ അറിയണം ഇതൊരു ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്നതോടൊപ്പം സ്വന്തം സമുദായത്തിന്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതി. ഇനി ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്കിടയിൽ നൽകേണ്ടിയിരിക്കുന്ന ആ ഒരു പൊതു വിദ്യാഭ്യാസമാണ്. അതൊരു മതേതരത്വത്തിലൂന്നിയ പൊതു കാഴ്ചപ്പാട് രൂപീകരിക്കുന്ന ഒരു സമീപനം. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. ക്രൈസ്തവ സ്ഥാപന മേധാവികളും അവിടെയുള്ള അധ്യാപകരും ഒക്കെ കൃത്യമായും വിദ്യാർത്ഥികളെ വേർതിരിച്ച് കണ്ടുകൊണ്ടിട്ടുള്ള ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. പിന്നെ നമ്മുടെ ഭരണഘടനയെ സംബന്ധിക്കുന്ന ഒരു ഗ്രാഹ്യം കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും നൽകേണ്ടതുണ്ട്, നമ്മുടെ ആളുകൾക്ക് നൽകേണ്ടതുണ്ട്, മറ്റുള്ളവർക്കും നൽകേണ്ടതുണ്ട്. എന്താണ് ഭരണഘടന, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ മൗലികാവകാശങ്ങളും മതേതരത്വവും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അതിന്റെ ഏതൊക്കെ ഭാഗത്ത് എവിടെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഏതെല്ലാം ആർട്ടിക്കിളുകളാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ആഴത്തോടെ ഒരു ഗ്രാഹ്യം നമ്മൾ നൽകേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു പൊതുധാര എന്നുള്ളതുണ്ടല്ലോ, അതൊരു തുല്യതയുടെ ഒരു പൊതുധാരയാണ്. ആ തുല്യതയുടെ പൊതുധാരയിൽ നിന്ന് ഇപ്പോൾ ഇസ്ലാം മതം പ്രത്യേകിച്ചും കുറച്ച് മാറിയ തന്നെയാണ് പോകുന്നത്. കാരണം പല മൾട്ടി ലെവൽ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ യാതൊരുവിധ ജനാധിപത്യ മര്യാദകളും അല്ലെ ജനാധിപത്യ മൂല്യങ്ങളും കാണിക്കാത്ത തരത്തിൽ അനിയന്ത്രിതമായ അവകാശവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതിനൊക്കെ മാറ്റം നിയമപരമായി വരേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഒരു കാര്യം നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അനുകൂലിച്ചാൽ ഉടനെ നമ്മളെ സംഖ്യയാക്കുന്ന ഒരു പൊതു സമീപനം നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയും. കാരണം ഇപ്പോഴത്തെ ശരീഅത്ത് ഈ വഖഫ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വേണ്ടി അവരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു സംവിധാനമാണ്. അവർക്ക് വേണ്ടി തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന്റെ അകത്ത് ബാക്കി ആർക്കും ഒരിക്കലും നീതി കിട്ടുമെന്ന് സ്വാഭാവികമായും വിചാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നീതി കിട്ടേണ്ടതായിട്ടുള്ള തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെയാണ് വഖഫിന്റെ സ്വത്ത് അമിതമായി കുമിഞ്ഞുകൂടുകയും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂവുടമയായി അവർ മാറുകയും അനേക കോടി രൂപയുടെ സമ്പത്ത് അവർക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കും. അതേസമയത്ത് അതിന്റെ മാനേജ്മെന്റ് സംബന്ധിച്ച് അവരുടെ സമുദായത്തിനിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഖഫിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, വഖഫിന്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മളാരും പറയേണ്ട അഭിപ്രായ വ്യത്യാസമല്ല, അവർക്കിടയിൽ തന്നെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വഖഫ് ഈ നിയമ ഭേദഗതിയെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പുറത്തേക്ക് അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നില്ലെങ്കിൽ പോലും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സംഗതികൾ, മൾട്ടി ലെവൽ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ എത്ര കാലം തുടരണം എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച തന്നെ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള മുസ്ലിം പിന്നോക്കാവസ്ഥയുടെ ചിത്രം ഇപ്പോൾ കാണുന്നത് പോലെയാണോ എന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു വിലയിരുത്തൽ എല്ലാ തരത്തിലും നടത്തേണ്ടതുണ്ട്. അതുപോലെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൂടെ അവരെ കൂടെ പരിഗണിക്കണം. അവരുടെ താഴ്മയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള സമൂഹം കൂടി ഇതിനകത്ത് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജാഗ്രതാ സംവിധാനം നമ്മൾ ഔദ്യോഗിക തലത്തിൽ രൂപപ്പെടുത്താനുണ്ട്. ഓരോ സ്ഥാപനങ്ങളോടും ഒപ്പം ഒരു ജാഗ്രതാ സംവിധാനം കൂടെ. കാരണം ഇപ്പൊ ക്രൈസ്തവ മാനേജ്മെന്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ സ്കൂളുകളുടെ നിയമനങ്ങളും അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ
ഗവൺമെന്റ് കൊണ്ടുവരുന്ന അനാവശ്യമായ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളുമാണ്. അതുപോലെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് യാതൊരുവിധ യുക്തിയും ഇല്ലാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവായ ചർച്ചകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ കേരളീയ സമൂഹത്തിനകത്ത് ഒരു പൊതുബോധം ക്രൈസ്തവ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും മറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വളരെ ഉയർന്ന പൊതുബോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് അതിന്റെ ആ ഒരു ഉയർന്ന പൊതുബോധത്തിന്റെ ചില ഘടകങ്ങൾക്ക് മങ്ങലേൽക്കുകയും അതിൻ്റെ അകത്ത് സാമ്പത്തികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കച്ചവടവും എന്നുള്ള വാക്കുകൾ പോലുള്ളത് കടന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ചില പൊതു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടിട്ട് സമുദായത്തെ സംബന്ധിച്ചൊരു നല്ല പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സ്ഥാപന നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്നും സമുദായ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. അന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങളും നമ്മൾ കണ്ടല്ലോ സിനിമകളിൽ, അതുപോലെ തന്നെ മറ്റ് ആവിഷ്കാരങ്ങളിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കുറച്ചെടുക്കാനും അല്ലെ ഇല്ലെന്നാക്കി എടുക്കാനും കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നമ്മളുടെ ആളുകൾ കുറച്ചുകൂടി ഭരണ പങ്കാളിത്തത്തിലേക്ക് വരാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ. ഇപ്പൊ നമുക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നമുക്ക് ഭരണതലത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെയും ഗൗരവമായ സമുദായ സഭാ തലങ്ങളിൽ നിന്ന്, അത് ഇന്ന സഭ എന്നുള്ളതല്ല, പൊതുവായി ക്രൈസ്തവ സമുദായ സഭകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടി എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റൂ. അങ്ങനെ കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതാണ് സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, സംഘടനാ നേതാക്കന്മാര്, ഞാൻ ഉൾപ്പെടെ വരുന്ന സമുദായ നേതാക്കന്മാർക്കും അതുപോലെ സഭാ നേതൃത്വത്തിനും ഇതര ക്രൈസ്തവ സമുദായങ്ങളുടെ നേതൃത്വത്തിനൊക്കെ ഈ കാര്യത്തിൽ പങ്ക് വഹിക്കാനുണ്ട്. അവരൊരു പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരണം. അതാണ് ഞാൻ ഈ ജാഗ്രത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രത മാത്രമല്ല അതിനപ്പുറമുള്ള വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ജാഗ്രതയാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ശ്രീ അമൽ ശ്രീക്, സമയ പരിമിതിയുണ്ട്, അതുകൊണ്ട് അവസാനമായി അങ്ങയിലേക്ക് വരുന്നു. ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യം പല രൂപത്തിലും ഭാവത്തിലും ഈ ഷെക്കേന ബിഗ് ഡിബേറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, ഈ പൂഞ്ഞാർ സംഭവം ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, 80-20 ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, ഈ കക്കുകളി വിഷയം ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, ഒപ്പം തന്നെ പാലാ പിതാവിനെ മാധ്യമങ്ങളും മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ആക്രമിച്ചപ്പോൾ അത് ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പൊ ഈ ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുടെ എണ്ണം വർഷങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേ ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പുകളുടെ എണ്ണം കൂടുന്നത് ഒരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ശ്രീ അമൽ ശ്രീക്? അതായത് ഞാൻ മുൻകാലങ്ങളിലും ഇതുപോലെ ചർച്ചകളിലും മറ്റുമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും അത് അങ്ങനെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു മാറ്റം വരണമെങ്കിൽ ഈ മുന്നറിയിപ്പുകളൊക്കെ അല്പമെങ്കിലും ശ്രമിച്ചുകൊണ്ട് അതിനകത്തൊരു മാറ്റത്തിലേക്ക് ഒരു ശ്രമങ്ങൾ നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ കുറച്ചു കാലം കഴിഞ്ഞ് ഈ അതിജീവനം സാധ്യമാകത്തുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം വലിഞ്ഞു മുറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പോ ഒന്നും തന്നെ കിട്ടാത്ത വിധത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതായത് മുസ്ലിം സമൂഹത്തിന് സംവരണത്തിലൂടെ വലിയൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് അവരുടെ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ, 12% OBC സംവരണം കൊടുക്കുമ്പോൾ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ആകെ ചെറിയ ലാറ്റിൻ വിഭാഗത്തിന് മാത്രമാണ് OBC സംവരണത്തിൽ ചെറിയൊരു പങ്കുള്ളൂ. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ഒരു 80% വരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ OBC വിഭാഗത്തിൽ ഒരു പങ്കില്ല, അല്ലെങ്കിൽ 75% വരുന്ന ക്രൈസ്തവർക്ക് OBC വിഭാഗത്തിൽ ഒരു സംവരണ പങ്കില്ല. അപ്പൊ അത് തന്നെ ആ ഒരു പിന്നോക്ക ഘടകങ്ങളിലേക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാത്രമല്ല ന്യൂനപക്ഷത്തിലൂടെ വരുന്ന ചില ആനുകൂല്യ സഹായങ്ങളൊന്നും തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഒരു ഫിനാൻഷ്യലി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അർഹതപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കും അംഗങ്ങൾക്കും കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ട് സാമ്പത്തികപരമായിട്ടെല്ലാം തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിലെ കടബാധ്യതകളൊക്കെ ഏറുന്നു. അതോടൊപ്പം തന്നെ ധാരാളം പേരും ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു. അങ്ങനെ
പലായനങ്ങൾ കൂടുന്നു. അങ്ങനെ പലായനങ്ങൾ കൂടുന്നു മാത്രമല്ല, ഇപ്പം കൂടുതൽ കുട്ടികളൊക്കെ വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവിന് നിങ്ങൾ തരുവാന്നാ ചോദിക്കാൻ തിരിച്ച്. ഇപ്പൊ ചെലവിന് നിങ്ങൾ തരുവോ, കുട്ടിയെ പഠിപ്പിക്കാൻ നിങ്ങൾ കാശ് തരുവോ? അപ്പൊ കാശ് ഒക്കെ ഒരു പ്രതിസന്ധിയായി വന്നുകൊണ്ട്, സാമ്പത്തിക ഒരു പ്രതിസന്ധിയായി വന്നുകൊണ്ട് തന്നെ ഈ സമൂഹം അവരുടെ ജനസംഖ്യയിലും കുറവ് വരുത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തലത്തിലേക്കും അവർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വരിഞ്ഞു മുറുക്കല് ഈ സമൂഹം തന്നെ കൊണ്ടെത്തിച്ചതല്ല, പകരം ഇവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വരുന്നതായിട്ട് ഇന്നും ഈ സമൂഹത്തിലെ അംഗങ്ങൾക്ക് ബോധ്യമില്ലെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വാസ്തവം. അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും മുന്നറിയിപ്പൊക്കെ ഇതിനു മുമ്പും തന്നെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ജോസഫ് മാഷിന്റെ കേസാകട്ടെ, അതിനു മുമ്പ് തന്നെ നമ്മുടെ KC സക്രിയ സാറിന്റെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ട്, പാഴ്സി സിൻഡ്രോം ബാധിക്കുന്ന സമൂഹമായി മാറുന്നു പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പം പല പല മുന്നറിയിപ്പുകൾ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും സഭാ നേതൃത്വം കൃത്യമായി അതിനെ പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നും പോയിട്ടില്ലെന്നുള്ളതാണ് വേദനാജനകമായ ഒരു കാര്യം. അപ്പൊ അതിലേക്ക് കൃത്യമായും സഭാ അംഗങ്ങളെങ്കിലും ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവിടെയുള്ള ക്രൈസ്തവരുടെ ആ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പോരാട്ടങ്ങളിലൂടെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാര്യം സമാധാനപരമായിട്ട് ഈ സമൂഹത്തിന് ഇനി ഇവിടെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാര്യം എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായിട്ട് ആരും തന്നെ നമ്മളെ ശ്രമിക്കുന്നില്ല, സാമ്പത്തികപരമായിട്ട് വരിഞ്ഞു മുറുക്കുന്നു, സാമൂഹ്യപരമായിട്ട് പലപ്പോഴും നമ്മളെ പിന്തള്ളുന്നു. ഈവൻ ഇപ്പം വരുന്ന ഈ വഖഫ് ബോർഡ് വിഷയത്തില് ആ ഒരു സ്ഥലത്തിന് വേണ്ടി ആ നൂറുകണക്കിന് ആളുകളും കുടുംബങ്ങളും പള്ളിയും ഒക്കെ കേഴുമ്പോൾ പോലും കേൾക്കാൻ ഒരു MLO MP ഒരു ജനപ്രതിനിധിയോ പോലും ഇല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് എന്തുമാത്രം ആ ഒരു അധസ്ഥിതി അല്ലെങ്കിൽ അധപ്പതനത്തിലാണ് ഈ സമൂഹം നിൽക്കുന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലോളി മുതിർന്ന കമ്മീഷൻ സച്ചാർ കമ്മീഷനെ പറ്റി പറഞ്ഞു. സച്ചാർ കമ്മീഷൻ 193-ാമത്തെ പേജിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾ 5 വിഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്: തങ്ങൾ, അറബീസ്, മലബാറീസ്, പുസ്ലാൻസ്, ഒസൻസ്. അതിനകത്ത് ആ പുസ്ലൻസും ഒസൻസും ആണ് പിന്നോക്കം എന്നുള്ളതും അറബി, തങ്ങൾസ്, മലബാറീസ് ഒക്കെ മുന്നോക്കമാണെന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ട് പോലും കേരളത്തിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കാനായിട്ടോ അത് അർഹതയുള്ളവർക്കാണ് ഈ സമ്മാനം കിട്ടേണ്ടതെന്നോ പ്രതിപാദിക്കാനായിട്ടോ ആരും തന്നെ വരുന്നില്ല. എന്നിട്ടും സച്ചാർ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കാളും എന്താ പറയുന്നത് മുൻനിരയിലുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തോ ഭയങ്കര പിന്നോക്കമാണെന്ന രീതിയിലേക്ക് പ്രസ്താവിച്ചുകൊണ്ട് പാലോളി മുതിർന്ന കമ്മീഷൻ പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് ഈ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇവർ വ്യാപകമായ ഒരു വേർതിരിവ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മതേതര സമൂഹത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിഭജനം വരുന്ന ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ ഒരു ആക്ടോ അവർ ഉപേക്ഷിക്കണം. തീർച്ചയായിട്ടും എല്ലാ സമൂഹങ്ങളെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ മുന്നോട്ട് പോകാനായിട്ട്. കാര്യം ഈ ക്രിസ്ത്യാനികൾ നികുതി തരുന്നതാണ്, ആ നികുതി പണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ ചെയ്യുന്നത്. അപ്പം അത്രമാത്രം വേദനയോടുകൂടെ ഇതിനെ സൂചിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നും സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം നാളെയും ഇത് തന്നെയായിരിക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ ആശയം. ഇതെല്ലാം തീർച്ചയായും ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരാനായിട്ട് എല്ലാ സംവിധാനവും ഈ ലോകം മുഴുവനും ജനം മുഴുവനും തന്നെ സഹകരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ വ്യക്തമാണ്. വളരെ വ്യക്തവും പ്രസക്തവുമായിട്ടുള്ള ആശയങ്ങളാണ് ഇന്നത്തെ ഒരു ചർച്ച പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നായി മുന്നറിയിപ്പുകളെ അഭിമുഖീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വന്നുകൊണ്ടിരിക്കുന്നു. ആ മുന്നറിയിപ്പുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പാഠം ഉൾക്കൊള്ളുക, ഒപ്പം തന്നെ ഈ സംഭവ വികാസങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് അത്തരം സംഭവങ്ങൾ ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ജാഗ്രതാ സംവിധാനങ്ങൾ നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ ശക്തിപ്പെടട്ടെ. ഒപ്പം തന്നെ ഈ ഭരണഘടന, ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, നീതി നിഷേധത്തിനെതിരെ പോരാടുവാനുള്ള കൂടുതൽ ഒരു ആർജവത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമുദായം കടന്നു വരട്ടെ. ഒപ്പം തന്നെ കാലത്തിന്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിട്ട് പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ ശ്രീ അമൽ ശ്രീക്, 3 പേർക്കും നന്ദി.